ഇച്ചാൻ എന്തിനെ തല്ലിയത്? അതിന് കാരണം നിനക്കറിയില്ലേ? ഇങ്ങ് വാ. ലീനയെ വലിച്ചിറക്കി താഴെ വന്നതും ധോനിയുടെ അടുത്തേക്ക് കൊണ്ട് നിർത്തി. നിന്റെ ഡ്രസ്സ് ഇവളെ തന്നെ അലക്കുന്നത്? ഇവളെ നിർത്തിയിരിക്കുന്ന വീട്ടു ജോലി ചെയ്യാനല്ലേ, അതുകൊണ്ട് ഇവൾക്ക് അലക്കായിട്ട് കൊടുത്തു. എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനും അമ്മച്ചിയെ സഹായിക്കാനുമാ ഇവളെ ഞാൻ നിർത്തിയിരിക്കുന്നത്. നീ കൊടുക്കുന്ന പണികൾ ചെയ്യാനല്ല. ധോനി, അകത്തേക്ക് പൊക്കോ, ബാക്കി ഇവൾ ചെയ്തോളൂ. ഇടാത്ത ഡ്രസ്സ് വരെ കൈകാൻ കൊണ്ടിട്ടിരിക്കുന്ന നല്ല സ്വഭാവമല്ല ഇത്. ഡേവി അതും പറഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും ദേഷ്യത്തിൽ അവന്റെ പുറകിൽ വരുന്ന ലീനയെ കണ്ട് അവൻ നിന്നും. എങ്ങോട്ടാ? വാഷിംഗ് മെഷീൻ ഓണാക്കാൻ. നീ പുറത്തുനിന്ന് കഴുകിയാൽ മതി. ധോനി, ക്രിസ്റ്റി വാ. അത്രയും പറഞ്ഞ് ഡേവി നടന്നതും ലീന അമ്മച്ചിയെ ദേഷ്യത്തിൽ നോക്കി. എനിക്കൊരു വിലയില്ലേ വീട്ടില്? വില നീ തന്നെ കളയല്ലേ. വേഗം കഴുകി വന്ന ഭക്ഷണം കഴിക്കാം. ആ ധോനിയാണ് എല്ലാത്തിനും കാരണം. വെറുതെ വിടില്ല, ഞാൻ ഇറക്കി വിട്ടിരിക്കും അവളെ വീട്ടിൽ നിന്ന്. അതും ആലോചിച്ച് ദേഷ്യത്തിൽ ഡ്രസ്സെല്ലാം വെള്ളത്തിലേക്ക് മുക്കി അലക്കാൻ തുടങ്ങി. ധോനി, ഞാനവിടെ പറഞ്ഞു കേട്ടല്ലോ, കുഞ്ഞിനെയും അമ്മച്ചെയും സഹായിക്കാനുമാ നിന്നെ നിർത്തിയിരിക്കുന്നത്, അല്ലാതെ ബാക്കി ആരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? ആയി, എന്നാ ഭക്ഷണം വിളമ്പിക്കോ. ദേവി അടിച്ചത് കൂടിപ്പോയി. എന്റെ പെങ്ങളെ തല്ലാനുള്ള അധികാരം എനിക്കുണ്ട്. ആദ്യം അവളെ തല്ല് വളർത്തത് കൊണ്ടാ ഇത്രയും എത്തിയത്. അത് ശരിയായി ഇച്ചാൻ പറഞ്ഞത്. അവൾക്ക് തല്ലിന്റെ കുറവ് നന്നായിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് പഠിച്ചുകൊണ്ട് ഇച്ചാനെ നന്നായി വളർത്തി. പക്ഷെ അവൾ അപ്പച്ചിയുടെ കൂടെ നിന്ന് ചീത്ത സ്വഭാവമായി. അതുകൊണ്ട് ഇച്ച ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇട്ട് പൊട്ടിച്ചോ. മിണ്ടാതിരുന്ന് കഴിച്ചോ. ഞാനൊന്നും പറയുന്നില്ല. ധോനി ചേച്ചി, കുറച്ച് ബീഫ് ഇങ്ങോട്ട് വിളമ്പ്. ഉള്ളത് മുഴുവൻ നീ കഴിക്കോ? ഒന്ന് പോ ജോണിച്ച. പിന്നെ അവർ കഴിച്ച് എഴുന്നേറ്റതും ധോനി അടുക്കളയിൽ ഇരുന്ന് കഴിച്ചു. ഈ സമയം ലീന അലക്കി ഭക്ഷണം കഴിക്കാൻ വരുന്നത് കണ്ടതും ക്രിസ്റ്റി വേഗം അടുക്കളയിൽ കയറി ബാക്കിയുള്ള ബീഫ് എടുത്ത് പൊതിഞ്ഞു. ക്രിസ്റ്റി, ഇതെങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ആവശ്യമുണ്ട് ധോനി ചേച്ചി. എനിക്ക് ഭക്ഷണം എടുത്ത് വെക്ക്. നേരത്തെ ഡേവി ചായൻ പറഞ്ഞ ലീന ചേച്ചിക്ക് ഓർമ്മയില്ലേ? പിന്നെ ലീന ഫുഡ് എടുക്കാൻ നിന്നതും സാമ്പാർ മാത്രം കണ്ട് ധോനിയെ നോക്കി. ബീഫ് എവിടെ? അത് കഴിഞ്ഞു, എനിക്ക് നല്ല ഇഷ്ടമായപ്പോൾ ഞാനെടുത്ത് കഴിച്ചു. ക്രിസ്റ്റി വേഗം പറഞ്ഞതും ലീന അവനെ ദേഷ്യത്തിൽ നോക്കി. മനഃപൂർവ്വം നീ കഴിച്ചതാവും. അതെ. ഒന്ന് പൂടി. അത്രയും പറഞ്ഞ് ധോനിയെ വലിച്ച് ക്രിസ്റ്റി ഹാളിലെത്തിയതും ധോനി അവനെ നോക്കി. നീ എന്തിനാ ക്രിസ്റ്റി അങ്ങനെ ചെയ്ത്? അവളെ ശരിക്കും ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാ. ചിക്കന് ബീഫ് ഒന്നുമില്ലാതെ അവൾക്ക് ഇറങ്ങില്ല. ഇവിടെ എന്തെങ്കിലും വാങ്ങിയാൽ ഫ്രണ്ടിനെന്ന് പറഞ്ഞ് കൊണ്ടുപോകും പവർ കാണിക്കാൻ. എനിക്ക് അമ്മച്ചിക്ക് ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ഇച്ചാനോട് പറയില്ല. പക്ഷെ അവളൊരു കാര്യം ചെയ്യും, ഇച്ചാനുള്ളത് മാറ്റിവെക്കും. ഇനിയും പലതുണ്ട് അവളെക്കുറിച്ച് പറയാൻ. അത്ര നല്ലവളല്ല എൻ്റെ ചേച്ചി. ഓഹോ, ഇച്ചാൻ ആമയെ കൊണ്ട് വരുന്നുണ്ടല്ലോ. ധോനി, ഞാൻ പുറത്തു പോവാ. ഇന്ന് കുറച്ച് വൈകിയേ വരുള്ളൂ. പിന്നെ മോളെ കുറിച്ച് ഡേവി ജോണിക്കൊപ്പം പോയതും ക്രിസ്ത്യൻ ധോനി അമ്മച്ചിയും ഓരോന്ന് പറഞ്ഞിരുന്നു. ഈ സമയം ദിനേശ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. CCTVയിലെ ഹോസ്പിറ്റലിൽ നിന്ന് അവൾ എങ്ങനെ പോയെന്നറിയാൻ. പിന്നെ ദിനേശിന്റെ ഹോസ്പിറ്റലിൽ എത്തിയതും സെക്യൂരിറ്റി റൂമിലേക്ക് നടന്നു. മനോജ്, കയറുവാ ദിനേശ. നീ പറഞ്ഞു നോക്കിയാ? ഡേറ്റ് എന്നായിരുന്നു? 3-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞു കാണും. നോക്ക്, അവൾ ഓടി വരുന്നത്. കാർ നിർത്തിട്ടിരിക്കുന്ന ഭാഗത്തേക്കാണല്ലോ പോകുന്നത്. അവൾ പിന്നെ കാണുന്നില്ലല്ലോ. പോയ 3 കാറിൽ ഏതെങ്കിലും കാറിൽ കയറിയിട്ടുണ്ടാവും. അതെന്നാ നോക്ക്. അവിടേക്ക് ക്യാമറ സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആ 3 കാർ നമ്പർ തരാം, അത് വെച്ച് തിരയി. ഇങ്ങത്താ. പിന്നെ കാർ നമ്പർ കൊടുത്തതും ദിനേശൻ അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ കാർ ആരുടെ പേരിലാണെന്ന് അറിഞ്ഞുവാ. ശരി ദിനേശടാ. കിട്ടോ നിന്റെ ഭാര്യയെ? കിട്ടാതെ എവിടെ പോവാൻ? അവൾ എൻ്റെ അടുക്കൽ തന്നെ എത്തും. എത്തിയാ മതി. അപ്പൊ ശരി, ഞാൻ പോവാ. ബാറിലേക്കാണ് ഞങ്ങള്. നീ വാ ബിനോയ്, എനിക്ക് വേറെ പരിപാടിയുണ്ട്. അതെന്താ ഞങ്ങളറിയാതെ നിന്റെ പരിപാടി? ആരെങ്കിലെയും ഒത്തു കിട്ടിയോ? ചെറുതായി. അപ്പൊ ഞങ്ങളെയും പരിഗണിക്കണം. അതൊക്കെ അവളെ വളഞ്ഞാ പരിഗണിക്കാം. അപ്പൊ നീ വിട്ടോ. അതും പറഞ്ഞ് ദിനേശൻ പോയത് ബിനോയ് അവന്റെ ഫ്രണ്ടും ചിരിച്ചു. അവന്റെ പെങ്ങളെയാണ് നീ വളക്കാൻ പോകുന്നതെന്ന് അറിയാതെ പോകുന്നത്. അവൻ അതിനറിഞ്ഞാലല്ലേ എന്റെ ആവശ്യം കഴിഞ്ഞാൽ അവനറിയും. അതുവരെ അവനറിയില്ല. നമ്മൾ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെങ്ങളെ മാറ്റും നമ്മുടെ കണ്ണ് അവളുടെ മേൽ പതിയെ എന്ന് പേടിച്ചിട്ട്. എന്നിട്ട് എന്തായി? എന്നെക്കുറിച്ച് മറ്റവൾ പൊക്കി പറഞ്ഞപ്പോൾ അവൾ അതിൽ വീണു. അളിയ, എന്നെ മറക്കരുത്. അങ്ങനെ ചെയ്യൂ, വാ. അവളിപ്പോൾ ഫിറോസിന്റെ വീട്ടിലെത്തിക്കാണോ? അല്ല, അപ്പോൾ ഫിറോസും അവന്റെ വീട്ടുകാരുമോ? അവരിവിടെ ഇല്ല, കുറച്ച് ദിവസം എങ്ങോട്ട് പോയതാ. പിന്നെ അവളെ കാണിക്കാൻ നല്ലൊരു വീട് വേണ്ടേ? അതിന് അവന്റെ വീട് ബെസ്റ്റ്. അപ്പൊ നീ വാ. പിന്നെ അവൻ ഫിറോസിന്റെ വീട്ടിലെത്തിയതും 2 പ്രായമാരും വന്നു. അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മയും നിങ്ങൾ തകർത്ത് അഭിനയിക്കണം. അവൾക്കൊരു സംശയവും പോലും തോന്നരുത്. അത് ഞങ്ങളേറ്റു മോനെ. ഞാൻ മുകളിലുണ്ടാവും. കല്ലു, കയറി വാ. ഇതാണോ ബിനേട്ടന്റെ വീട്? അതെ. എങ്ങനെയുണ്ട്? എന്ത് വലിയ വീടാ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഉൾഭാഗം കാണാം. നീ വാ. നീ മുമ്പ് വന്നിട്ടുണ്ടോ? ബിനേട്ടന്റെ അനിയത്തി എൻ്റെ ഫ്രണ്ടാണ്. നീ വാ. പിന്നെ അവർ ഉള്ളിലേക്ക് കയറിയതും ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മയും വന്നു. വിനീത മോളെ വാ. ഇവരാരാ? അച്ഛനും അമ്മയും ബിനേട്ടന്റെ. മോളെ, ഈ കുട്ടി ദിനേശേട്ടന്റെ അനിയത്തിയാണ്. ആണോ? വാ മോളെ. ഞങ്ങൾ വെറുതെ ഈ വഴി പോയപ്പോൾ വന്നതാ. അല്ല, ബിനേട്ടനില്ലേ? മുകളിലുണ്ട്. ഞാൻ വെള്ളം എടുക്കാം. നിങ്ങളപ്പോഴേക്കും ചുറ്റിക്കാണ്. ശരി ആൻറ്റി. വാ കല്ലു. ആരിത്? കല്യാണിയോ? എന്നെ കാണാൻ വന്നതാണോ? വെറുതെ വന്നതാ.
പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു. അപ്പോഴും പലപ്പോഴും ബിനോയുടെ കണ്ണുകൾ കല്യാണയുടെ ശരീരത്തിലായി ഓടിക്കൊണ്ടിരുന്നു. വൈകുന്നേരം ഡേവി 4 കാലിൽ വരുന്ന കണ്ടതും ധോനി ഡോർ തുറന്ന് മാറി നിന്നു. ഡേ, കഞ്ഞി എടുത്ത് വെക്കേ. ഇപ്പൊ വെക്കാൻ സാർ. ബാക്കിയുള്ളവരോ? എല്ലാവരും കിടന്നു. പിന്നെ അവൾ വേഗം വിളമ്പിക്കൊടുത്ത് മാറി നിന്നു. എന്താ നിന്റെ മുഖം വല്ലാതെ? ഒന്നുമില്ല സാർ. മോളോ? എന്റെ റൂമിലുണ്ട്. പിന്നെ ചെറിയൊരു ചൂടുണ്ട്. എന്താ? ഞാൻ മരുന്ന് കൊടുത്തു. പിന്നെ ഡേവി ഭക്ഷണം കഴിക്കാതെ റൂമിലേക്ക് പോയത് കുഞ്ഞിന്റെ ചൂട് നോക്കി. ചൂട് കൂടുതലാണ്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്ന് വണ്ടിയിലേക്ക് കയറാൻ നിന്നതും ധോനിയെ തിരിഞ്ഞു നോക്കി. അവിടെ നിൽക്കാതെ വന്ന് കയറടി. പിന്നെ ധോനി വന്ന് കയറിയതും കാർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. പനി കൊണ്ട് വിട്ടുമാറിയിട്ടില്ലല്ലോ? ഇല്ല ജോസഫ് അങ്കിൾ, ഇടക്ക് വരുന്നുണ്ട്. ഇന്ന് അഡ്മിറ്റ് ആക്കാം. അതും പറഞ്ഞ് റൂം കൊടുത്തതും അവർ അങ്ങോട്ട് നടന്നു. ഈ സമയം എതിരെ വരുന്ന ദിനേശിനെ കണ്ടതും ധോനിയുടെ കാലുകൾ തളർന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ എതിരെ വരുന്ന ദിനേശിനെ കണ്ടതും ധോനിയുടെ കാലുകൾ വിറച്ചു. അവൾ അനങ്ങാൻ പോലും ആവാതെ അവിടെ തന്നെ നിന്നു. ധ്വനി വരുന്നില്ലേ? ദേവിയുടെ ശബ്ദം പെട്ടെന്ന് കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി. പക്ഷെ പിന്നെയും അവളുടെ ശ്രദ്ധ മുന്നോട്ട് പോയതും ദേവിയും അങ്ങോട്ട് നോക്കി. അവളെ കൊണ്ട് മാറി നിന്നു. ദിനേശിനെ അല്ല അത്? ആ, നമ്മളെ കണ്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. വാ, പോയി ആരുടെ കയ്യിൽ നിന്ന് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ അടിയും കൊണ്ടാ വന്നിരുന്നത് ബാറിൽ നിന്ന്. അങ്ങനെ വരുന്ന ദിവസം അവരോടുള്ള ദേഷ്യം എന്നോട് തീർക്കും. കുറെ സഹിച്ചല്ലേ അവനോടൊപ്പമുള്ള ജീവിതം. ശരിക്കും എല്ലാത്തിനും കാരണം നീ മാത്രമാ. എന്താ? കുഞ്ഞിനെ കിടത്ത്. അവൾ ഡേവിയെ നോക്കി കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയതും നേഴ്സ് വന്ന് ട്രിപ്പ് ഇട്ട് പോയി. അത് കഴിഞ്ഞതും ഡേവി വാതിലടച്ച് ചെയറിലേക്ക് ഇരുന്നു. സാറെന്താ നേരത്തെ എങ്ങനെ പറഞ്ഞത്? നിന്റെ വിവാഹ എപ്പോഴാണ് കഴിഞ്ഞത്? 19 വയസ്സില്. ഇപ്പൊ വയസ്സ് 21 ആവുന്നു. നിനക്കെന്താ വിവാഹത്തിന് എതിർക്കാൻ പറ്റിയില്ലേ? ഞാൻ കുറെ എതിർത്തു. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലാരും കേട്ടില്ല. ഏട്ടത്തി ആലോചന കൊണ്ടുവന്നത്. ഏട്ടത്തിയുടെ അടുത്ത ബന്ധുവാണ്. വിവാഹത്തിന്റെ തലേ ദിവസം വരെ ഏട്ടനോട് വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ ഒരു പെണ്ണ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുമ്പോൾ. അല്ലെങ്കിൽ ഒരു വിലയും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ചെക്കൻ്റെ വീട്ടുകാർ ചേർത്ത് പിടിക്കും, പിന്നെ മാറും. അതുകൊണ്ട് പഠിപ്പ് വേണം. പക്ഷെ ചിലത് അങ്ങനെയില്ല. നീ നന്നായി പ്രതികരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥ നിനക്ക് വരുമായിരുന്നില്ല. സാറിനറിയോ, വിവാഹശേഷം അയാളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ വീട്ടുകാർ എൻ്റെ വാക്ക് കേൾക്കുക പോലും ചെയ്തില്ല. മറിച്ച് പേടിച്ച് വീട്ടിലേക്ക് വന്ന എന്നെ അയാൾക്കൊപ്പം പറഞ്ഞു വിട്ടു. പല വീട്ടുകാർക്കും പെൺകുട്ടികൾ ഭാരമാണ്. അത് ആ വീട്ടിലെ പെൺകുട്ടികൾക്ക് അറിയുള്ളൂ. പക്ഷെ അവർ അത് പുറത്തു കാണിക്കില്ല. അതുപോലെ ആഗ്രഹിച്ചത് പഠിക്കാൻ നോക്കുമ്പോൾ അത് പഠിപ്പിക്കാൻ ചിലവ് കൂടുമെന്ന് പറഞ്ഞ് അതിന് പകരം വേഗം കെട്ടിച്ചു വിടും. പിന്നെ ഒരു പറച്ചിലും കെട്ടിപ്പോയി അവരുടെ പണം കൊണ്ട് പഠിച്ചു എന്ന്. എന്നാൽ കെട്ടാൻ വരുന്ന ആളുകൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു വരും. പക്ഷേ കുഞ്ഞു വീടായി പഠിപ്പ് നടക്കില്ല. അടുക്കളയിൽ ഒതുങ്ങും ജീവിതം. ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, എൻ്റെ കൂടെ പഠിച്ചവരുടെയുമാ. നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്, പക്ഷെ ഇനി നടക്കില്ല. നീ ഏതുവരെ പഠിച്ചു? +2. പിന്നെ പഠിക്കാൻ പറ്റില്ല. ഓഹോ, അയ്യോ, മോള് കരയുന്നു. ഉറക്കത്തിലാണ്, തട്ടിക്കൊടുത്താൽ മതി. സാറെന്നാ കിടന്നു. നീ എന്നാ മോൾക്കൊപ്പം കിടന്നോ? പിന്നെ ഡേവി കിടന്നതും ധോനിയും കിടന്നു. ഈ സമയം രാത്രി ബിനിയുടെ കോൾ കല്യാണിക്ക് വന്നതും അവൾ ഫോൺ എടുത്തു. ഹലോ, എന്താ ഈ രാത്രിയില്? എന്തോ നിന്നോട് സംസാരിക്കാൻ തോന്നി. ഏട്ടനറിഞ്ഞ് എന്നെ കൊല്ലും. അവനടിച്ച് സുഖമായി ഉറങ്ങാവും. കല്യാണി എൻ്റെ ഇഷ്ടത്തിന് മറുപടി പറഞ്ഞില്ല. അത് എനിക്കിഷ്ടാ. ഇത് കേൾക്കാൻ ഞാൻ കാത്തിരുന്നത്. കല്യാണി എന്താ അവിടെ? അയ്യോ, അമ്മ എഴുന്നേറ്റു, ഞാൻ വെക്ക. പിന്നെ അവൾ ഫോൺ സൈലന്റ് ആക്കി വേഗം കിടന്നു. എന്തായി ബിനോയ്? അവൾ വീണു മൂക്കും കുത്തി. അപ്പൊ എങ്ങോട്ട് വിളിച്ചാലും അവളിനി വരുമല്ലേ? അതിനെന്താ സംശയം? അവന്റെ പെണ്ണിനെയും അനിയത്തെയും എനിക്ക് മതിയാവോളം അനുഭവിക്കണം. ദിനേശ, സൂക്ഷിക്കണം. അവനെ എന്ത് ചെയ്യാനും മടിക്കില്ല. എന്റെ ആവശ്യം കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഞാൻ പോകും. പിന്നെ എന്ത് പേടിക്കാൻ? അപ്പൊ പിന്നെ പ്രശ്നമല്ല. പിന്നെ അവർ ഓരോന്ന് പറഞ്ഞ് 2 കുപ്പി കുടിച്ച് കിടന്നു. പിറ്റേന്ന് ഡേവി എഴുന്നേറ്റും തന്റെ മോളെ മാറോട് ചേർത്ത് പിടിച്ച് കിടക്കുന്ന ധ്വനിയെ കുറച്ചു നേരം നോക്കി നിന്നും. എന്നാൽ പെട്ടെന്ന് തന്നെ ധ്വനിക്ക് പകരം സാന്ദ്രയുടെ മുഖം കടന്നു വരുന്നതും അവന്റെ മുഖം ദേഷ്യത്തിൽ വിറച്ചു. ഈ സമയം സാന്ദ്ര ലീനയെ കാണാൻ രാവിലെ തന്നെ അവളുടെ വീട്ടിൽ നിന്നും തിരിച്ചു. സാർ എന്താ സാർ, എന്താ ദേഷ്യത്തിൽ നിൽക്കുന്നേ? ഏയ്, പഴയത് ചെയ്ത് മനസ്സിൽ വന്നു. അമ്മയുടെ കാര്യമാണോ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? തോന്നി. അവളുടെ കാര്യം പറഞ്ഞ് രാവിലെ മൂഡ് കളയണ്ട. ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സും മറ്റും കൊണ്ടുവരാം. തന്റെ ബാഗ് എടുത്താൽ മതിയല്ലോ. മതി. പിന്നെ ഡേവി ഇറങ്ങിയതും ധ്വനി കുഞ്ഞിനൊപ്പം ഇരുന്നു. ലീനത്തിട്ട് കുറെ നേരമായോ? കുറച്ച്. എന്താ കാണുമെന്ന് പറഞ്ഞു സാന്ദ്രച്ചി? വീട്ടിലാരെങ്കിലും വന്നിട്ടുണ്ടോ കുഞ്ഞിനെ നോക്കാൻ? ഒരു പെണ്ണിനെ ഡേവി ചാൻ നിർത്തിയിട്ടുണ്ട്. അവളെങ്ങനെ ആള്? അവളേക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. ഇറങ്ങി വിട്ടിരിക്കും ഞാൻ. അവൾ ഇറക്കി വിടാൻ നോക്കണം. അല്ലെങ്കിൽ ഡേവിയുടെ മനസ്സിൽ അവൾ വലുതും പതിഞ്ഞു പോയ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കില്ല.
പിന്നെ ആൽവിൻ വരുന്നുണ്ട്. സത്യമാണോ സാന്ദ്രേച്ചി? അതേടി പെണ്ണെ, നിന്നോട് പറഞ്ഞില്ല അവന്? ഇല്ല, ഇപ്പോ വിളിയെല്ലാം കുറവാ. അത് ചിലപ്പോ അവന് കണ്ട് സർപ്രൈസ് തരാനായിരിക്കും. ആൽവിൻ വന്നാ എന്നെ കൂട്ടിക്കൊണ്ട് പോകണം നിങ്ങളുടെ വീട്ടിലേക്ക്. നിന്നെ ആൽവിന് വേണം, അതുകൊണ്ട് നിന്നെ വിളിച്ചിറക്കി കൊണ്ടുപോകും. അത് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ അവളെ ഇറക്കി വിടാൻ നീ നോക്കണം. ചേച്ചി എന്തിനാ അവളെ ഇറക്കി വിടാൻ നോക്കുന്നത്? ഡേവിച്ചാനെ ചേച്ചി വിട്ട് പോയതല്ലേ? പോയത് എന്റെ ഇച്ചായന്റെ സ്വഭാവം കൊണ്ടാ. അത് ശരിയാ, എന്റെ ഇച്ചാനെ എനിക്ക് തന്നെ ഇഷ്ടമല്ല. ചിലപ്പോ ഒക്കെ അയാൾ മരിച്ചു പോയെന്നെങ്കിലെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പോലും സമ്മതിക്കില്ല. പൈസ കൂട്ടി വയ്ക്കും, ചോദിച്ചാൽ കുറച്ച് മാത്രം തരും. അതുകൊണ്ട് ഒന്നിനും തികയില്ല. ആൽവിനൊപ്പം ജീവിച്ചു തുടങ്ങിയിട്ട് വേണം സന്തോഷത്തോടെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ. പിന്നെ സന്തോഷിച്ച് ജീവിക്കും പോലും അവന്റെ ആവശ്യം കഴിഞ്ഞാ നിന്നെ വലിച്ചെറിയും. ഇപ്പോൾ നിന്റെ കൂടെ നിർത്തിയിരിക്കുന്നത് ഡേവിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും എനിക്കെത്താനാ. എന്തെടുത്ത് ആലോചിച്ച് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല. അപ്പൊ ശരി, ഞാൻ പോവാ. ശരി എടുത്തി. പിന്നെ സാന്ദ്ര പോയതും ആൽവിൻ വരുന്ന സന്തോഷത്തിൽ അവൾ വീട്ടിലേക്ക് തിരിച്ചു. ഡാ ദിനേശ, എങ്ങനെയുണ്ട്? നല്ല വേദന. ഇത് ഡാഷ് മോൻ എന്നെ നല്ലതുപോലെ പെരുമാറി.